ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ 150 ഗ്രാം മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ്, 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഉപ്പും പഞ്ചസാരയും നമ്മുടെ മൈദമാവ് നന്നായിട്ട് മിക്സ് ആകുന്ന വരെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ശേഷം അതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. സാധാ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം ഒരു കപ്പ് വെള്ളം ഞാനത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ആദ്യം നമ്മുടെ മൈദമാവ് കട്ട കൂടാതെ നന്നായിട്ട് മിക്സായി കിട്ടണം. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ കുബൂസിൻ്റെ മാവ് നന്നായിട്ട് ലൂസായിട്ടിരിക്കണം. ഒരുപാട് കട്ട കൂടാതെ അത്യാവശ്യം ലൂസായി കിട്ടണമെങ്കിൽ നമ്മളത് വിചാരിച്ച പോലെ നല്ല വൃത്തിക്ക് കുബൂസ് തയ്യാറാക്കാനാവും. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരല്പം കൂടി വെള്ളത്തിന് കുറവുണ്ട്. നമ്മൾ ഒരല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്യാൻ പോവുകയാണ്. 1/2 കപ്പ് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദപ്പൊടി കട്ടയായി നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ട നല്ല ലൂസിലുള്ള മാവ് കിട്ടെങ്കിലേ നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റായി തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊണ്ടേയിരിക്കുക. നമ്മൾ അത്യാവശ്യം ഒരു 5 മിനിറ്റോളം നന്നായി ഇളക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തരിയൊന്നുമില്ല കട്ടയൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് നല്ല ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ ഉപയോഗിച്ചുകൊണ്ടും കുബൂസ് തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മാവ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അല്പം നേരം നമുക്കിത് മാറ്റി വെക്കാം. ഒരു 10-15 മിനിറ്റോളം മാറ്റിയതിന് ശേഷം നമ്മളിത് ചുട്ടെടുക്കാവുന്നതാണ്. നല്ല വൃത്തിക്ക് നല്ല മാവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കുബൂസ് ചുട്ടെടുക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടുന്നതാണ്. ഒരു സൈഡ് ഏകദേശം ഒരു പകുതി വേവ് വന്നു കഴിഞ്ഞാൽ നമ്മളത് മറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറച്ചിട്ട് നമ്മളത് ചുട്ടെടുക്കേണ്ടതാണ്. വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കുബൂസ്. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങൾ പറയുക. അതോടൊപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം.